യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 23:28 എത്തിച്ചേരേണ്ട ട്രെയിൻ നമ്പർ 16312 കൊച്ചുവേളിയിൽ നിന്നും ബിക്കാനീർ വരെ പോകുന്ന കൊച്ചുവേളി ബിക്കാനീർ എക്സ്പ്രസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറഞ്ഞ ചെലവിൽ നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു ദ്വീപിനെ കുറിച്ചാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാൻ ഞങ്ങളുടെ ട്രെയിനൊരു അരമണിക്കൂറിനടുത്ത് ലേറ്റാണ്. 11:45 ട്രെയിന്. ഇപ്പോൾ ഏകദേശം ടൈം 6 മണി. ഞങ്ങൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി. തിരൂർ ടു ഉടുപ്പി 120 രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ മെയിൻ റോഡിലേക്ക് കുറച്ച് നടക്കാനുള്ളത്. നടന്ന് ഞങ്ങൾ ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. 50 രൂപ ടിക്കറ്റ് എടുത്തു. ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ എത്തി. ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ് കിടക്കുന്നത്. ഈ ബസ്സിലാണ് ഞങ്ങൾ മാൽപ്പേ ബീച്ചിലോട്ട് പോകുന്നത്. മാൽപ്പേ ബീച്ചിലെത്തി. ഉടുപ്പിയിൽ നിന്ന് മാൽപ്പേ ബീച്ചിലോട്ട് 10 രൂപയാണ് ബസ് ചാർജ്. ഇനി ബീച്ചിലോട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. വെൽക്കം ടു മാൽപ്പേ ബീച്ച്. ഞങ്ങൾ നടന്നു പോകണം. രാവിലത്തെ ഫുഡ് ഞങ്ങൾ ഉടുപ്പി സ്റ്റാൻഡിൽ നിന്നാണ് കഴിച്ചത്. 30 രൂപ ഒരാൾക്ക് പൊറോട്ടയും ചായയും. ഇപ്പോൾ ബീച്ചിലെത്തി. ബീച്ചിന് ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഓതറൈസ്ഡ് ബോട്ടിംഗ് സർവീസ്. അവിടെ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ 400 റുപ്പീസാണ് നമ്മൾക്ക് ദ്വീപിലോട്ടുള്ള ബോട്ടിംഗ് ചാർജ് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ നടന്ന് നോക്കുകയാണ് വെറുതെ. ഏതായാലും 9 മണി. ഞങ്ങളിപ്പോൾ 7 മണി 8 മണി ആയപ്പോൾ തന്നെ ടൈം 8 മണി. 8 മണിക്ക് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനി 9 മണിക്കാണ് ഇവിടുന്ന് ബോട്ടിംഗ് ഉള്ളത്. ദ്വീപിലോട്ടുള്ള ബോട്ട് 9 മണിക്കാണ്. ബീച്ചിലെത്തിയ ഫസ്റ്റ് കാണുന്നത് പ്രൈവറ്റ് ബോട്ടിംഗ് സർവീസാണ്. ഒരു ഗവൺമെൻറ് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വേണ്ട എത്താനായിട്ടുണ്ട്. അവിടുന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കാനുണ്ട്. നമുക്ക് ഫസ്റ്റ് പറ്റുന്നൊരു പാട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മാൽപ്പേ എന്നുള്ള സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഈ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് സർവീസിലോട്ട്. പക്ഷേ ബീച്ചിൻ്റെ എൻട്രൻസിൽ പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 1 കിലോമീറ്റർ നടന്ന് പോരാണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ബോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബസ് വന്നിട്ട് ഫസ്റ്റ് ഒരു ടൗണിലൊന്ന് നിർത്തും. മാൽപ്പേ ടൗൺ. അവിടുന്ന് കുറഞ്ഞ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇനി പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ബോട്ടിംഗ് സർവീസിന് എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിലാണ്. പ്രൈവറ്റ് 400ഉം ഗവൺമെൻറ്റാണ് 250 വരുന്നത്. അപ്പോൾ എന്താ നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് എടുത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യുക. ഗവൺമെൻറ് ആണെങ്കിൽ 1 അവർ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ലാസ്റ്റ് ബോട്ട് അവിടുന്ന് 4 മണിക്കാണ്. അതുവരെ ഏത് ബോട്ടിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ബോട്ടിൽ നല്ല പാട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സൗണ്ടാണ്. അപ്പോൾ Let the bass kick. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ ടിക്കറ്റ് എടുക്കണം. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് രണ്ടാമത് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ് തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അവിടെ ആരോട് ചോദിച്ചാൽ അവർ ടൈമിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് പ്രൈവറ്റ് ആണെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം, 4 മണി വരെ. ഗവൺമെൻറ് ആണെങ്കിൽ 1 അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളതും ശ്രദ്ധിക്കുക. പിന്നെ ഫ്രണ്ട്സുകളെ കൂട്ടി വേണ്ടി നല്ല ജോലിയാണ്. ബോട്ടിലായാലും അത്യാവശ്യം പാട്ടും കൂത്തും ഒക്കെ തന്നെയാണ് ബോട്ടിലും. അതുകൊണ്ട് ഏകദേശം ദ്വീപിലോട്ട് അടുക്കാനായി. അപ്പോൾ ദ്വീപിലോട്ട് നമ്മളെ ബോട്ട് കണ്ട് മുട്ടിച്ച് നിർത്തില്ല. അപ്പോൾ അതിനെ കുറച്ച് മുമ്പ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ചെറിയൊരു ബോട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ദ്വീപിലോട്ട് പോകുന്നത്. നമുക്ക് പോകാനുള്ള ചെറിയ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബോട്ട് കയറിയിട്ടാണ് ഞങ്ങൾ ദ്വീപിലോട്ട് പോകുന്നത്. കാരണം ആഴം കുറവുള്ളത് കണ്ടായിരിക്കാം വലിയ ബോട്ട് ഇവിടെ സൈഡാക്കിയിട്ട് ഇവിടെ നമ്മൾ ചെറിയ ബോട്ടിലാണ് അങ്ങോട്ടുള്ളത് വരുന്നത്. ഞങ്ങളെല്ലാവരും ആ ബോട്ടിലോട്ട് ഇറങ്ങണം.
അങ്ങനെ ഞങ്ങളുടെ ബോട്ട് ദ്വീപോട്ട് അടുത്തുണ്ട്. വീടിൻ്റെ അടുപ്പിച്ച് നിർത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് നിർത്തി. ഇനി ഷൂ ഒക്കെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ വെള്ളത്തിൽ കൂടെ നടന്ന് ദ്വീപിലെത്തി. ഞങ്ങൾ വന്ന ബോട്ടാണ് ഈ കിടക്കുന്ന ചെറിയ ബോട്ട്. മറ്റേ ബോട്ട് റിട്ടേൺ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ പറഞ്ഞു 10:45 തിരിച്ച് കയറണമെന്ന്. പക്ഷെ ഞങ്ങൾ അടുത്തപ്പോഴേ കഴിഞ്ഞപ്പോഴാണ് ടൈം ചോദിച്ചാൽ പറഞ്ഞു ലാസ്റ്റ് ബോട്ട് 4 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പുറത്ത് അന്വേഷിച്ചപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മളെ ഐലൻഡിൻ്റെ കവാടത്തിലെത്തി. വെൽക്കം ടു സെൻറ്റ് മേരീസ് ഐലൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദ്വീപ്. 250 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗവൺമെൻറ് ബോട്ടിംഗ് സർവീസ് സെലക്ട് ചെയ്താണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിനി ദ്വീപിലോട്ട് ഇങ്ങനെ നടന്ന് നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് കയറുമ്പോഴത്തേന് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഡ്രസ്സ്, കാര്യങ്ങൾ, കരിക്ക്. നമ്മളെ കേരളത്തിൽ പോലെ തന്നെ ചുറ്റും തെങ്ങാണ് കാണുന്നത്. ദ്വീപിലെത്തി ഞങ്ങൾ ഫുള്ളൊന്ന് ചുറ്റി കണ്ട് നോക്കട്ടെ. പിന്നെ ഇത് ശരിക്കും മണലല്ല കേട്ടോ മുകളിൽ കാണുന്നത്. താഴെ മണലുണ്ടോ ഇല്ലെന്നറിയില്ല. ഫുള്ള് നമ്മളെ കക്ക അങ്ങനെ കടലിലുള്ള പയ്യപ്പൂറ്റ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുകയാണ്. താഴെ മണലുണ്ടോ ഇല്ലെന്നറിയില്ല. പിന്നെ വെള്ളമൊക്കെ നല്ല നീല കളറായിട്ടും പച്ച കളറായിട്ടും വെള്ളം കാണുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. തിരമാലയും കുറച്ച് കുറവാണ്. കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ കുളിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നടന്ന് നോക്കട്ടെ ബീച്ചിലൂടെ ഒക്കെ ഒന്ന്. അതങ്ങനെ ഐലൻഡിൽ എത്തിയോ? അപ്പോൾ ഈ ദ്വീപിൻ്റെ ഇഷ്ടത്തിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ദ്വീപ് കരീബിയൻ ദ്വീപുകൾ എന്നറിയപ്പെടുന്നുണ്ട്. പണ്ടെങ്ങോ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ബാക്കി കലാശിപ്പങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഇവിടെ ഈ കറുത്ത പാറക്കല്ലുകൾ പോലത്തെ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല തെങ്ങുകളൊക്കെ ഉള്ളത് കൊണ്ട് കോക്കനറ്റ് ദ്വീപ് ഐലൻഡിൽ നിന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. കോക്കനറ്റ് ദ്വീപിലെ കോക്കനറ്റ് ഐലൻഡിൽ നിന്നും ദ്വീപിനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ദ്വീപിൽ വരുന്നവർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ദ്വീപിൽ തന്നെ ഉണ്ട്. ഇവിടെ സ്റ്റേയിങ്ങിനുള്ള ഓപ്ഷനൊന്നുമില്ല. ജസ്റ്റ് രാവിലെ 9 മണിക്കുള്ള ബോട്ട് കയറി ലാസ്റ്റ് ബോട്ട് 4 മണി അതിൻ്റെ ഉള്ളിൽ തിരിച്ചു പോവാം. സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് റെസ്റ്റ് എടുക്കാനും ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ദ്വീപിൽ കൂടി നടന്നു പോയി നോക്കട്ടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. ഞാൻ നടന്നു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓല കൊണ്ട് ഓലയാണോ അതോ വൈക്കോലാണോ അടുത്തോട്ട് ചെന്ന് നോക്കാം. ഉള്ളിൽ ഓലയും പുറത്ത് വൈക്കോലും. ചെറിയ ചെറിയ ടെൻറ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വരുന്നവർക്ക് റെസ്റ്റ് എടുക്കാനുള്ളതൊക്കെ ഇതിനു വേണ്ടി. ഒരുപാട് ആളുകൾ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ബോട്ടിന് അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് എത്തി. ഇപ്പോൾ ഓരോ ടൈമിനും ഇപ്പോൾ 10:45 അവിടുന്ന് 9 മണി കഴിഞ്ഞാൽ പിന്നെ 10 മണിക്ക് അടുത്ത ബോട്ട് അവിടുന്നുണ്ട്. മാലത്തെ ബീച്ചിൽ നിന്ന് കൊണ്ടൊരു 15 മിനിറ്റിൻ്റെ യാത്രയുള്ള ബോട്ടിൽ
കൂടുതൽ ടൈമൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് കാണുന്ന ഈ പാറയ്ക്ക് മുകളിൽ കയറിയപ്പോൾ നല്ലൊരു വ്യൂ ആണ് മുകളിൽ കിട്ടുന്നത്. നല്ലൊരു ഫോട്ടോ എടുക്കാനൊക്കെ ചെറിയൊരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കമ്പി കൊണ്ട്. പക്ഷെ അത്ര ഉറപ്പുണ്ടോ ഇല്ലയെന്നറിയാം. ഒന്ന് കയറി നോക്കട്ടെ. കുറച്ച് കടലിൻ്റെ മുകളിലോട്ട് കുറച്ച് തള്ളി നിർത്തിക്കൊണ്ടൊരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാൽപ്പേ ബീച്ചും സെൻറ്റ് മേരീസ് ഐലൻഡൊക്കെ കർണാടക സ്റ്റേറ്റിൽ തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു പ്ലേസാണ്. എന്താ ചുറ്റും കടല. അയ്യോ, ഇങ്ങനെ കമ്പിയിലൊന്ന് കയറി നിന്ന് നോക്കി താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഉണ്ടോ, അതിലവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടിപ്പോൾ ഏകദേശം സെൻട്രലിലെത്തി ദ്വീപിൻ്റെ. ഇനി ഇങ്ങനെ റിട്ടേൺ ഇങ്ങനെ തിരിച്ച് പോയി നോക്കാണ്. അപ്പോൾ ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ റിട്ടേൺ പോവാണ്. റിട്ടേൺ തിരിച്ച് ദ്വീപിൽ നിന്ന് താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അങ്ങനെ ദ്വീപിലെ കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫ്രണ്ട്സിനെ കൂട്ടി വരണം. ഒരുപാട് പേരൊറ്റയ്ക്ക് വരുന്ന നിങ്ങൾക്ക് നല്ല ജോലിയായിരിക്കും. പിന്നെ കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എളുപ്പം റിട്ടേൺ തിരിക്കുകയാണ്. ഏകദേശം 11:15 ഞങ്ങൾ പുറത്തെത്തി. ഇപ്പോൾ കണ്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ട് ഏകദേശം അതാ സെൻറ്ററിൽ കിടക്കുന്നതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. അങ്ങോട്ട് പോകാനുള്ള ചെറിയ ബോട്ട് ഇവിടെ കരയ്ക്ക് കിടക്കുന്നുണ്ട്. 11:15 കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ആ വരുന്ന മഞ്ഞ ബോട്ട് ഉണ്ടോ, ആ സൈഡിൽ കൂടി ഇവിടെ ഈ വരുന്ന മഞ്ഞ ബോട്ടാണ് പ്രൈവറ്റ് ബോട്ടിംഗ് സർവീസ്. ഒരുപാട് പേരിന് നല്ല നേരത്തെ പറഞ്ഞ നല്ല ജോലിയായിരിക്കും. കുളിക്കാനും ബോളും കാര്യം ചെക്കന്മാരൊക്കെ നല്ല ബോളും നെറ്റൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റിൻ്റെ ആയിട്ടുള്ള സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടിൽ ചെറിയ ബോട്ടിൽ കയറി ഇനി വലിയ ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം എടുത്തെത്താനായിട്ടുണ്ട്. വലിയ ബോട്ടുകൾ കടലിൻ്റെ ഒരു സെൻട്രലിൽ സൈഡാക്കിയിട്ടാണ് അതിൽ കയറി തിരിച്ച് മാൽപ്പേ ബീച്ചിലോട്ട് തിരിക്കുകയാണ്. റിട്ടേൺ തിരിച്ചു. രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ റിട്ടേൺ കൊണ്ട് ട്രെയിനിൻ്റെ ടൈം ചോദിക്കണം. നല്ലത് 1:15 ഉടുപ്പിയിൽ നിന്ന് തിരുവല്ലോട്ട് ട്രെയിൻ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ റിട്ടേൺ തിരിക്കുകയാണ്. അങ്ങനെ മാൽപ്പേ ബീച്ചിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ഉടുപ്പിക്ക് ബസ് കയറി. ഉടുപ്പി സ്റ്റാൻഡിലേക്ക് 10 രൂപ. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ച് 70 രൂപയ്ക്ക് സാധാ ചോറ് കഴിച്ചു. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറാണ്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് 9 രൂപ ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് 100 രൂപ ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട്. അതോടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.